ഷേപ്പ് അടിക്കേണ്ടി വരുമോ? ഹലോ, ഇന്ന് എന്താ ഒരു വൈകുന്നേരമാണ്. വൈകുന്നേരത്തെ ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ഓണമൊക്കെ അല്ലേ, മറ്റന്നാ ഇനി ഓണമായി. നമ്മൾ ഈ ഉത്രാട പാച്ചിലിന് വേണ്ടിയിട്ട് ഇരിക്കുന്ന ആൾക്കാരെന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. പക്ഷേ എന്താ പറയാനാണ്, ഇപ്പോഴാണ് എല്ലാ സൗകര്യവും ഒത്തു കിട്ടിയത്. അപ്പോൾ അത്യാവശ്യം പച്ചക്കറിയൊക്കെ വാങ്ങിക്കാം, കുറച്ച് പിന്നെ പലവ്യഞ്ജന സാധനങ്ങൾ, പായസത്തിനുള്ള സാധനങ്ങൾ, പപ്പടം, ചിപ്സ്, ഉപ്പേരി ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങിക്കാമെന്ന് എറിഞ്ഞിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി നിൽക്കുന്നതാണ്. നമ്മുടെ പിള്ളേർ രണ്ടുപേരെയും കൊണ്ടുപോകുന്നില്ല. കാരണം നമ്മൾ ബൈക്കിൽ പോകുമ്പോഴത്തേക്കും തിരിച്ച് ഈ സാധനങ്ങളും നമ്മളെല്ലാവരും കൂടി ആകുമ്പോഴത്തേക്കും പറ്റൂല. അപ്പം നമ്മൾ രണ്ടുപേരും പോയിട്ട് വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ രണ്ടുപേരും കൊണ്ടുപോകാത്തതുകൊണ്ട് അവർക്ക് ഭയങ്കര സങ്കടം. നമുക്ക് സങ്കടമാണ്, പക്ഷേ ഇത്രയൊക്കെ ആയിട്ട് നമ്മളെല്ലാവരും കൂടെ ബൈക്കിൽ വരുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് എന്തെങ്കിലും ചോക്ലേറ്റോ എന്തെങ്കിലും ഐസ്ക്രീം വാങ്ങി കൊടുക്കാനും പറ്റൂല. ഐസ്ക്രീം നമ്മുടെ തനിക്കുട്ടിക്ക് ചുമ, അപ്പോൾ പിന്നെ ഐസ്ക്രീം വാങ്ങി കൊടുക്കാൻ പറ്റൂല. അപ്പോൾ അല്ലാതെ എന്തെങ്കിലും ചോക്ലേറ്റ് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചോട്ട് കൊടുത്ത് സോപ്പിട്ട് പറഞ്ഞു നോക്കാം. വേണ്ട വേണ്ട വേണ്ട, ഇപ്പൊ നമ്മൾ ബൈക്കിൽ പോയിട്ട് വരുമ്പോഴത്തേക്കും പറ്റൂല. അങ്ങനെ നമ്മൾ അവിടുത്തെ നേരെ മാർക്കറ്റിലോട്ട് എത്തി. മാർക്കറ്റിലാണെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഈ സമയം ഒരു മുട്ടുസൂചി വീണ എടുക്കാനുള്ള സ്ഥലം പോലും കാണൂല. പക്ഷേ അതൊക്കെ ഒരു രസമാണ് അല്ലേ. ഇവിടെ പിന്നെ എന്താ, നമ്മൾ കുറച്ച് മലയാളികൾ വന്നും പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ട് അങ്ങ് പോവും. അങ്ങനെ കുറേ പച്ചക്കറികളൊക്കെ വാങ്ങിച്ച് എനിക്ക് തോന്നുന്നു നമ്മൾ സാധാ വരുന്നതിനേക്കാളും അത്യാവശ്യം പച്ചക്കറി ഉണ്ടായിരുന്നു, അതുപോലെ വിലയുമായിരുന്നു കേട്ടോ. ചേമ്പ് മുട്ട എന്ന് പറയുന്ന സാധനങ്ങളിൽ നിന്ന് ഞാൻ അധികം അങ്ങനെ വാങ്ങാറില്ല. പക്ഷേ നമ്മുടെ ഓണമായിട്ട് സാമ്പാറിലും അവിയലിലൊക്കെ ഒന്ന് രണ്ടെണ്ണമൊക്കെ ഇട്ടില്ലെങ്കിൽ എന്തോ ഒരു വല്ലായ്മ പോലെ. അങ്ങനെ പിന്നെ അതൊക്കെ വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഇത്രയൊന്നും വേണ്ട ചേട്ടാ, എനിക്ക് 2-3 അവർ തന്നുവെങ്കിൽ അങ്ങനെ വാങ്ങിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ട് നിന്നതാണ് കേട്ടോ. പിന്നെ ഈ സംഭവം നമ്മുടെ പാവയ്ക്കയുടെ ചെറിയ ടൈപ്പാണ്, നിങ്ങൾ കണ്ടിട്ടില്ല ആണെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് എടുത്തു തന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ അവിടുത്തെ വഴുതനം, പിന്നെ ഇപ്രാവശ്യം നമുക്ക് പടവലം, വെള്ളരി, നമ്മുടെ ഈ പയറ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കിട്ടി. സാധാരണ അങ്ങനെ നമ്മുടെ നാട്ടിലെ വെള്ളരിക്കയും പടവലം ഒന്നും ഇവിടെ കാണാറില്ല. അതൊക്കെ വാങ്ങിച്ച് തേങ്ങയൊക്കെ വാങ്ങിച്ചിട്ട് നേരെ നമ്മുടെ മലയാളി സ്റ്റോറിലോട്ട് വന്നു. അപ്പോൾ ഇവിടെ കുറേ ഐറ്റംസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ, ഓണം ആയതുകൊണ്ട്. ചിപ്സ്, ഉപ്പേരി, അങ്ങനത്തെ കുറേ. അവിടെ നിന്ന് പിന്നെ നമ്മൾ ചിപ്സ്, ഉപ്പേരി, മുരിങ്ങയ്ക്ക, ശർക്കര, ഉള്ളി, അങ്ങനത്തെ സകലവിധ സാധനങ്ങൾ, ഏകദേശം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. വെളിച്ചെണ്ണ, പിന്നെ പായസത്തിനുള്ള അടപ്പായസം വെക്കാനുള്ള അട വാങ്ങിച്ചു. പിന്നെ കടല ഇല്ലാത്തതുകൊണ്ട് കടല വേറെ കടയിൽ നിന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ നേരെ അടുത്ത കടയിൽ പോയി. ഇവിടെ കിട്ടാത്ത 1-2 ഐറ്റംസ്, നമ്മുടെ കടല പായസം വെക്കാൻ വേണ്ടിയിട്ടുള്ള കടല വാങ്ങിക്കണമായിരുന്നു. അവിടെ പോയി അത് വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, അയ്യോ വറ്റലും മുളകില്ല, അതും കൂടെ വാങ്ങിച്ചു. അപ്പോൾ പോയി നമ്മുടെ പച്ചക്കറിയും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നു. ഇനി അടുത്ത് മക്കൾക്ക് ഡ്രസ്സ് എടുക്കണം. എനിക്ക് ഡ്രസ്സ് എടുക്കുമെന്നൊക്കെ ഞാനിനി അവിടെ ചെന്നിട്ട് ചിലപ്പോൾ എനിക്ക് ഒരെണ്ണം എടുക്കാൻ തോന്നിയാൽ ഇനി ചേട്ടൻ്റെ അടുത്ത് പറയണേ എനിക്കൊരു ഡ്രസ്സ് എടുക്കാൻ. അവർക്ക് 2 ഓണമായിട്ട് അവർക്കല്ലേ ഡ്രസ്സ് എടുത്ത് കൊടുക്കേണ്ട. അപ്പോൾ അവർക്ക് 2 ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പം അങ്ങോട്ടും. അപ്പോൾ അവിടെ ചെന്നാൽ നമ്മൾ സമയത്തിന് പോയിട്ട് വരുന്നത് നടക്കൂല എന്തായാലും. അപ്പോൾ ഇനി നോക്കാം. ഇനി വൈകുന്നേരം അമ്പലത്തിലൊക്കെ ഫുഡ് ആയതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി കയറി. സത്യം പറഞ്ഞാൽ ഡ്രസ്സ് എടുക്കാൻ കയറുമ്പോഴാണ് ഏറ്റവും സമയം പോകുന്നത് കേട്ടോ. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ആയിട്ടും ഇങ്ങനെ പെട്ടെന്ന് ചെന്ന് ഇത്രയും പെട്ടെന്ന് ഞാനിങ്ങനെ ഡ്രസ്സ് എടുത്ത് തിരിച്ചു വന്നിട്ടില്ല. ഇത് റോഡിൽ ഞങ്ങൾ ബൈക്ക് പാർക്ക് ചെയ്തിരുന്നതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഇട്ടിരിക്കുന്ന ഡിസ്പ്ലേയിൽ ഇട്ടിരിക്കുന്ന കണ്ടിട്ട് ഞാൻ പോയി നോക്കിയതാണ്. പക്ഷെ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അടുത്ത കടയിൽ കയറി. ഷേപ്പ് അടിക്കേണ്ടി വരുമോ? Satu nih. സാധാരണ ഡ്രസ്സ് എടുക്കാൻ പോയാലും ഞാൻ നിന്ന് കറങ്ങി രാവിലെ പോയാൽ ഒരു ഉച്ച കഴിഞ്ഞായിരിക്കും ഞാൻ ഡ്രസ്സ് എടുത്തിട്ട് വരുന്നത്, ഒരാൾക്കുള്ളതാണെങ്കിലും. ഇതിപ്പോൾ പെട്ടെന്ന് ചെന്ന് പറഞ്ഞാൽ കണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു. പിന്നെ ചേട്ടനും എല്ലാവർക്കും ഇഷ്ടമാണെന്ന് പറഞ്ഞു. എൻ്റെ തനിക്കുട്ടിക്കും കാത്തുട്ടിക്കും ആണെങ്കിൽ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഇറങ്ങി അവർക്കുള്ള ഡ്രസ്സ് തപ്പി ഇറങ്ങണം. അതിന് വേണ്ടിയിട്ട് കണ്ടതല്ല അമ്മ കൊള്ളാമ്മ, ഇഷ്ടം അമ്മയ്ക്ക് ചേരുന്നുണ്ട് അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ അവിടെ നിന്ന് ഇറക്കാനാണ് നോക്കിയത് കേട്ടോ. അപ്പം ഞാൻ അതങ്ങ് പെട്ടെന്ന് എനിക്കും ഇഷ്ടമായതുകൊണ്ട് അങ്ങ് എടുത്തിട്ട് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ നേരെ സ്റ്റുഡിയോയിൽ പോയി. അവിടെ ചെന്നപ്പോൾ നമ്മുടെ പിള്ളേർക്ക്
പിള്ളേർക്കുള്ള കളക്ഷൻസ് ഒക്കെ വളരെ കുറവായിരുന്നു കേട്ടോ. അവിടെ നിന്ന് പിന്നെ ചാടി ഇറങ്ങി അടുത്ത് നമ്മുടെ സ്പെൻസറിൽ പോയി. അവിടെയും ചെന്ന് നോക്കിയപ്പോഴത്തേക്കും ഭയങ്കര കുറവായിരുന്നു. പിന്നെ ഈ റോഡിൽ കിടന്ന് ഓട്ടോ ആയിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. സത്യം പറഞ്ഞാൽ ഈ ഉത്രാട പാച്ചിലെന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. പിന്നെ നമ്മുടെ കുഞ്ഞു കുട്ടികളെ ഡ്രസ്സ് ഇട്ടിരിക്കുന്ന പുറത്ത് നമ്മുടെ ഡിസ്പ്ലേയിലൊക്കെ ഇട്ടിരിക്കുന്നത് കണ്ടിട്ട് നേരെ അങ്ങോട്ട് കയറി. അങ്ങനെ അവിടെ കുറേ സമയം നിന്ന് കറങ്ങി. പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ചെന്ന് നമ്മുടെ ഡ്രസ്സ് മാത്രം ഇങ്ങനെ സെലക്ട് ചെയ്ത് തപ്പി പിടിച്ച് അങ്ങ് എടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ ചെന്നാൽ നമ്മുടെ കാലം പാടും മക്കൾക്കുള്ള ഡ്രസ്സ് തപ്പി എടുക്കാനായിരിക്കും. എത്ര നോക്കിയാലും ഇഷ്ടപ്പെടൂല. ചിലതാണെങ്കിൽ ഒന്ന് കണ്ട് ഇഷ്ടപ്പെടും, അടുത്തത് കാണുമ്പോൾ പിന്നെയും ഇഷ്ടപ്പെടും. അങ്ങനെ ഏത് എടുക്കണമെന്നുള്ള ഡൗട്ടാണ്. അവസാനം ചേട്ടൻ പറയും ഒന്ന് മാത്രമല്ലേ എടുക്കുള്ളൂ, നീ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുന്നേ. അങ്ങനെ ഞാൻ ഇതിട്ട് നോക്കിയപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ നമ്മുടെ തരക്കുട്ടിക്ക്. പിന്നെ ഒന്ന് ചെറിയൊരു ലൂസ് പോലെ തോന്നിയിട്ട് പിന്നെയും അത് മാറ്റി. അവളാണെങ്കിൽ അത് ഊരാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോ ആയിട്ട് കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ അവസാനം തലവേദന എടുത്ത് എവിടെന്നെങ്കിലും ഒരു ചായ കിട്ടിയെങ്കിൽ മതിയെന്നായി. പക്ഷേ ഞാൻ പുറത്തുനിന്നൊന്നും അങ്ങനെ ചായ ഇവിടെ വന്നിട്ട് അങ്ങനെ കുടിക്കൂല കേട്ടോ. പിന്നെ അടുത്ത കടയിൽ നമ്മുടെ കാത്തുകുട്ടികളത് തപ്പി ഇറങ്ങി. പോകുന്ന വഴിക്കാണെങ്കിൽ കമ്മല്, മാല, ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഓണത്തിൻ്റെ അതൊന്നും അല്ല, ഇവിടെ സ്ഥിരമായിട്ട് ഇട്ടിരിക്കുന്നതാണ് കേട്ടോ. പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് നാട്ടിലെ ഓർമ്മയാണ്. ഓണത്തിനൊക്കെ നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് റോഡ് തോറും ഇങ്ങനെ ഓരോ സാധനങ്ങൾ വാരി നിരത്തി ഇട്ടിരിക്കും. ഏത് വേണം എന്നാണ്, കമ്മല്, വള, മാല, അങ്ങനെ കുറേ ഐറ്റംസ്. അവിടെ നിന്ന് അതൊക്കെ നോക്കി നേരെ അടുത്ത കടയിലോട്ട് പോയി കേട്ടോ. അവിടെ ചെന്ന് കുറേ നേരം കറങ്ങി തിരിഞ്ഞ് നോക്കിയതിന് ശേഷം നമ്മുടെ കാത്തുകുട്ടിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സൊക്കെ എടുത്തു. പക്ഷേ അവിടെ നല്ല ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ചുരിദാറൊക്കെ ഞാൻ നോക്കിയപ്പോൾ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഒക്കെ കണ്ടു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇനി അടുത്ത് വരുമ്പോഴത്തേക്കും ഞങ്ങളിത് ആദ്യമായിട്ടാണ് ഇവിടെ രാജസ്ഥാനിൽ വന്നിട്ട്, ജയ്പൂരിൽ വന്നിട്ട് ഇങ്ങനെ പുറത്ത് പോയി ഡ്രസ്സ് എടുക്കാൻ പോകുന്നത്. അതിൻ്റെ ഒരു കൺഫ്യൂഷനാണ്. ഏത് കടയിൽ പോകണം, എവിടെ പോയാൽ നല്ലത് കിട്ടും, അങ്ങനെയൊക്കെ. ഇതിപ്പം ഒരു പ്രാവശ്യം ഇറങ്ങിയതുകൊണ്ട് നമുക്കറിയാം ഇന്ന കടയിൽ വന്നാൽ കുറച്ച് അത്യാവശ്യം നല്ലതൊക്കെ കിട്ടുമെന്ന്. അങ്ങനെ ഒരുവിധം അതൊക്കെ വാങ്ങിച്ചിട്ട് നേരെ ഇനി വീട്ടിൽ വന്ന് ഫുഡൊന്നും ഉണ്ടാക്കണ്ട, അമ്പലത്തിൽ വന്നു. അമ്പലത്തിൽ നല്ല അടിപൊളി നമ്മുടെ തോരനും അച്ചാറും പച്ചടിയും സാമ്പാറും ഒക്കെ പായസമൊക്കെ കൂട്ടി അവിടെ നിന്ന് നേരെ വയറൊക്കെ നിറഞ്ഞ് കഴിച്ചു. ഇല്ലാന്നുണ്ടെങ്കിൽ നേരെ വീട്ടിൽ വന്നാൽ അതും ഒരു പാടാണ്. വന്നിട്ട് ഫുഡ് ഉണ്ടാക്കണം. നാട്ടിലൊക്കെ ആണെങ്കിൽ എവിടെയെങ്കിലും ഹോട്ടലിൽ, നമ്മുടെ ഹോട്ടലിലൊക്കെ ചെന്ന് കഴിച്ചാൽ മതിയല്ലോ. ഇതിപ്പോൾ എനിക്ക് അതും ഒരു മടിയാണ്, ഇവിടെ പുറത്ത് വന്നിട്ട് ഇങ്ങനെയൊക്കെ പോയി കഴിക്കുന്നത്. അങ്ങനെ പിന്നെ അവിടെ നിന്ന് വയറ് നിറയെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നേരെ അങ്ങ് വീട്ടിൽ വന്നു കേട്ടോ. എനിക്കാണെങ്കിൽ ഒരു വലിയ ആശ്വാസമായി. ഇനി വീട്ടിൽ ചെന്ന് ഒരു വക ഉണ്ടാക്കണ്ടല്ലോ, ഇനി നാളത്തേക്കുള്ള കാര്യങ്ങൾ നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ നമ്മുടെ പാച്ചിലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എത്തി കാത്തുകുട്ടിയൊക്കെ ഓടിച്ചെന്ന് നടന്ന് ഉറങ്ങി. ഇപ്പം തന്നെ ഏകദേശം മണി 10-10:15 മണിയായി. ഇനി വേണം നാളത്തേക്കുള്ള സംഭവം. നാളെ ഞാൻ ഇനി അരിയാനും ഒക്കെ നിന്നാൽ എല്ലാം ഒരുപാട് ലേറ്റാവും. വേറെ ഒന്നും പറ്റൂല. എനിക്ക് ഈ അടുക്കളയിൽ കിടന്ന് പണി ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും ഉച്ചവരെ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചെന്താ, ഉച്ചയ്ക്കുള്ള സാധനങ്ങളെല്ലാം, പച്ചക്കറികളെല്ലാം ഇന്ന് എന്തായാലും എത്ര ലേറ്റ് ആയാലും അതെല്ലാം അരിഞ്ഞു വെച്ചിട്ട് തന്നെ കിടക്കണം. തനുക്കുട്ടി ഉറങ്ങിയിട്ടില്ല. തനുക്കുട്ടി ഇവിടെ കുറച്ച് പൂവൊക്കെ പറിച്ചിട്ട് വന്ന് അതിനെയൊക്കെ വീട് മൊത്തം ഇങ്ങനെ പറക്കി ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പിന്നെ ഞാൻ അതൊന്നും നോക്കുന്നില്ല. വീശിക്കൊണ്ട് കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. എവിടെ തനു? അത്ത വിട്ടിട്ട് നമ്മൾ നാളെ കാണിച്ചു തരും. അപ്പം ഇതിന് ഇന്ന് രാത്രി തുടങ്ങിയതാണ്. അപ്പം ഞാൻ പോയി ഇനി പച്ചക്കറികളൊക്കെ അരിയട്ടെ. അപ്പം എല്ലാവർക്കും ഹാപ്പി ഓണം.